ആലിപ്പറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് കെ.ടി. അഫ്സലിനെതിരെയുള്ള അവിശ്വാസ പ്രമേയം വ്യാഴാഴ്ച ചർച്ച ചെയ്യും. പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കണമെന്ന നിർദ്ദേശം പാലിക്കാത്തതിനാൽ കെ.ടി. അഫ്സലിനെ മുസ്ലിം ലീഗ് പുറത്താക്കിയിരുന്നു. തുടർന്നാണ് UDF അവിശ്വാസ പ്രമേയം നൽകിയത്. CCN തയ്യാറാക്കിയ വിശദമായ റിപ്പോർട്ട്. മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ മണ്ഡലത്തിലെ ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത്. ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിൽ മറ്റന്നാൾ, അതായത് ജൂലൈ 25 വ്യാഴാഴ്ച ഒരു അവിശ്വാസ പ്രമേയം ചർച്ച ചെയ്യുകയാണ്. ഈ അവിശ്വാസ പ്രമേയം ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ.ടി. അഫ്സലിനെതിരെ മുസ്ലിം ലീഗിലെ തന്നെ ഒരു വിഭാഗം കൊണ്ടുവന്നിട്ടുള്ള അവിശ്വാസ പ്രമേയമാണ് ചർച്ച ചെയ്യുന്നതാണ്. ഇത് മറ്റു അവിശ്വാസ പ്രമേയങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. സാധാരണ ഉണ്ടാകുന്നത് പോലെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള പ്രതിപക്ഷത്തു നിന്നല്ല, ഭരണപക്ഷത്ത് തന്നെയുള്ള ഭിന്നിപ്പിന്റെ ഭാഗമായിട്ടുള്ള അവിശ്വാസ പ്രമേയമാണ് ഈ വരുന്ന വ്യാഴാഴ്ച ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിൽ 11 മണിക്ക് ചർച്ചയാകുന്നത്. ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് ശേഷം 2020 മുതൽ 25 വരെയുള്ള കാലയളവിലേക്കുള്ള തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് ശേഷം ഈ 21 വാർഡുകളുള്ള ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിൽ നിന്ന് UDF-ൽ നിന്ന് 14 സീറ്റും LDF-ന് 7 സീറ്റുമാണുള്ളത്. UDF-ലെ 14 സീറ്റിൽ 13 അംഗങ്ങൾ മുസ്ലിം ലീഗ് പ്രതിനിധികളും ഒരു കോൺഗ്രസ് പ്രതിനിധിയുമാണ്. LDF-ൽ നിന്ന് CPM പ്രതിനിധികളായി 7 പേരുമാണുള്ളത്. അങ്ങനെ 21 അംഗ പഞ്ചായത്ത് അംഗങ്ങളിൽ നിന്ന് 14 അംഗങ്ങളുടെ പിന്തുണയോടെ മൃഗീയമായ ഭൂരിപക്ഷത്തോടെയാണ് UDF കഴിഞ്ഞ 2020 ഇവിടെ അധികാരത്തിൽ വന്നത്. പക്ഷെ 2020 UDF അധികാരത്തിൽ വരുമ്പോൾ മുസ്ലിം ലീഗിൽ ഉണ്ടാക്കിയ ഒരു ധാരണയായിരുന്നു 3 കാലങ്ങളായി മുസ്ലിം ലീഗിന്റെ ഈ ഭരണസമിതിയുടെ പ്രസിഡന്റ് സ്ഥാനം പങ്കിടുക എന്നുള്ളത്. അത് മുസ്ലിം ലീഗിന്റെ സംഘടനാ തീരുമാനമായിരുന്നു. ആ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് CT നൌഷാദ് അലി 2021 മുതൽ 22 വരെയുള്ള കാലയളവിലും ശേഷം 2022 മുതൽ 2024 മെയ് വരെയുള്ള കാലയളവിൽ KT അഫ്സൽ അലിയും ആലിപ്പറമ്പ് പഞ്ചായത്തിലെ പ്രസിഡന്റായി തുടരുക. തുടർന്നുള്ള കാലങ്ങളിൽ 2024 മെയ് മുതൽ ഈ ഭരണസമിതിയുടെ കാലാവധി അവസാനിക്കുന്നത് വരെയുള്ള സമയത്ത് MP മജീദ് മാസ്റ്റർ, മുസ്ലിം ലീഗിലെ തന്നെ MP മജീദ് മാസ്റ്റർ പഞ്ചായത്ത് പ്രസിഡന്റ് ആവുക എന്ന ധാരണയായിരുന്നു. എന്നാൽ ഈ ധാരണയെ തെറ്റിച്ചുകൊണ്ട് മെയ് മാസത്തിൽ KT അഫ്സൽ അലി രാജിവെച്ചില്ല. അതിനെ സംബന്ധിച്ചുകൊണ്ടാണ് മെയ് 6 ശേഷം മുസ്ലിം ലീഗിന്റെ ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനം നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ ഉൾപ്പെടെയുള്ള മുസ്ലിം ലീഗ് നേതാക്കന്മാർ അഫ്സൽ അലിക്ക് കത്ത് നൽകിയിരുന്നു. പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചുകൊണ്ട് മുസ്ലിം ലീഗിന്റെ സംഘടനാ തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ സഹകരിക്കണമെന്ന്. എന്നാൽ അത് തീരുമാനം നടപ്പിലാക്കാതെ ഭരണകക്ഷിയിൽ നിന്നും ആളുകൾക്കിടയിൽ എനിക്ക് സ്വാധീനമുണ്ടെന്ന് പറഞ്ഞ് ഈ സ്ഥാനത്ത് അഫ്സൽ അലി തുടരുകയായിരുന്നു. അതേ തുടർന്നാണ് മുസ്ലിം ലീഗിൽ നിന്നുള്ള ഒരു വിഭാഗം, 7 അംഗങ്ങൾ ഒപ്പിട്ടിട്ടുള്ള ഒരു വിഭാഗം അഫ്സൽ അലിയുടെ ഭരണത്തിനെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നത്. അവിശ്വാസ പ്രമേയം കൊടുത്തിട്ടുള്ളത് ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ആയിട്ടുള്ള പാർവതിയാണ് ഈ അവിശ്വാസ പ്രമേയത്തിന്റെ അധികാരം ചുമതലപ്പെടുത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥ. അവർക്ക് അവിശ്വാസ പ്രമേയത്തിന്റെ നോട്ടീസ് കൊടുത്തു. ഒരു അവിശ്വാസ പ്രമേയം കൊടുക്കുന്നതിന് ഒരു കക്ഷിയിലെ അല്ലെ ഒരു ഭരണസമിതിയിലെ 1/3 ആളുകളുടെ സ്വാധീനം, 1/3 ആളുകൾ ഒപ്പിട്ട അവിശ്വാസ പ്രമേയം കത്ത് കൊടുക്കാൻ കഴിയും. അങ്ങനെ നോക്കുമ്പോൾ 21 വാർഡുകളിൽ നിന്ന് 7 പേർ ഒപ്പിട്ടിട്ടുള്ള അവിശ്വാസ പ്രമേയ നോട്ടീസാണ് കൊടുത്തത്. ആ 7 പേർ ഒപ്പിട്ടാൽ അതിൽ നിന്ന് തന്നെ ഏതെങ്കിലും ഒരു അംഗം കൊണ്ടുപോയി കൊടുത്താൽ മതി ഭരണാധികാരിക്ക്. അങ്ങനെ കഴിഞ്ഞ ഈ ജൂലൈ 11 ഭരണാധികാരിയായിട്ടുള്ള പാർവതിക്ക് ഇവിടെ നിന്നുള്ള അവിശ്വാസ പ്രമേയം കിട്ടി. ആ അവിശ്വാസ പ്രമേയത്തിൽ 7 പേർ ഒപ്പിട്ടുകൊണ്ട് ജൂലൈ 11 ഇതിന് നോട്ടീസ് കൊടുക്കുകയുണ്ടായി. ഈ അവിശ്വാസ പ്രമേയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മറ്റന്നാൾ വ്യാഴാഴ്ച ജൂലൈ 25 ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിന്റെ ഇവിടെ നമ്മൾ കാണുന്ന കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ചുകൊണ്ട് ഈ അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുക്കുക. അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുക്കുമ്പോൾ അതിന്റെ നടപടിക്രമങ്ങൾ എന്ന് പറയുന്നത് രാവിലെ 11 മണിക്കാണ്. രാവിലെ കൃത്യം 11 മണിക്ക് ഹാളിൽ പ്രവേശിക്കുന്ന പഞ്ചായത്ത് അംഗങ്ങൾക്ക് മാത്രമാണ് ഈ അവിശ്വാസ പ്രമേയത്തിൽ പങ്കെടുക്കാൻ കഴിയുക. 11 മണിക്ക് ശേഷം വൈകി വരുന്ന ഒരാൾക്കും അതിൽ പങ്കെടുക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ 11 മണിക്ക് അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്ക് എടുക്കണമെങ്കിൽ, മുസ്ലിം ലീഗിൽ തന്നെ ഒരു വിഭാഗം കൊടുത്തിട്ടുള്ള അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്ക് എടുക്കണമെങ്കിൽ തന്നെ ഈ 11 പേർ, അതായത് പകുതി ആളുകൾ കോറം തികഞ്ഞാലാണ് ഈ അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്ക് വരിക. അങ്ങനെ നോക്കുമ്പോൾ 21 വാർഡുകളിൽ നിന്ന് 21 അംഗത്തിൽ നിന്ന് പകുതി എന്ന് പറയും 11 പേർ ഇവിടേക്ക് വരുമ്പോൾ മാത്രമാണ് ഈ അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്ക് എടുക്കാൻ കഴിയുക എന്നുള്ളതാണ്. അപ്പൊ ആ അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്ക് എടുക്കണമെങ്കിൽ 11 പേർ വരണം. അപ്പൊ 11 പേര് വ്യാഴാഴ്ച എത്തുമോ? അത് തന്നെ വളരെ ഉദ്യോഗജനകമായ വാർത്തയാണ്, എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്ന കാര്യമാണ്. കാരണം 11 പേരിൽ 10 പേരെത്തിയാൽ ഇത് നടക്കില്ല. അങ്ങനെ വരുമ്പോൾ അഫ്സലിന് എതിരെ കൊണ്ടുവന്നിട്ടുള്ള അവിശ്വാസ പ്രമേയം പരാജയപ്പെടും. ശേഷം 11 പേർ പങ്കെടുക്കുകയാണെങ്കിൽ കോറത്തിനനുസരിച്ച് അതിന്റെ നടപടിക്രമങ്ങൾ ആരംഭിക്കും. ആ നടപടിക്രമത്തിൽ അധ്യക്ഷത വഹിക്കുക ഭരണാധികാരിയായിട്ടുള്ള പാർവതിയാണ്. അവരുടെ അധ്യക്ഷതയിൽ യോഗം ചേരും. ഇതിൽ ചർച്ചകൾ 3 മണിക്കൂർ സമയം വരെ ചർച്ച നടത്താമെന്നുള്ളതാണ് അതിന്റെ നിയമം മുന്നോട്ട് വെക്കുന്നത്. ആ 3 മണിക്കൂർ ചർച്ച എന്നുള്ള ആദ്യത്തെ തന്നെ ചർച്ചയുടെ ആവശ്യമില്ല, നമുക്ക് വോട്ടെടുപ്പിലേക്ക് പോകാം എന്ന് തീരുമാനിക്കുകയാണ്. അപ്പോൾ തന്നെ വോട്ടെടുപ്പിലേക്ക് പോകും. അങ്ങനെ വോട്ട് ചെയ്യുന്നതിന് വേണ്ടി അവിശ്വാസ പ്രമേയത്തെ പിന്തുണക്കുന്നു, അവിശ്വാസ പ്രമേയത്തെ എതിർക്കുന്നു എന്ന് ബാലറ്റിൽ എഴുതി ഈ പഞ്ചായത്ത് മെമ്പർ അതിന്റെ പുറകിൽ
പേരുകൾ എഴുതി ഒപ്പിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഭരണാധികാരിയും ഒപ്പിട്ട് കൊടുക്കും. അത് ഇൻഡു ചിഹ്നമാണ് ഇടുക. അതിൽ അനുകൂലിക്കുന്നു പ്രതികൂലിക്കുന്നു എഴുതി കൊടുക്കുകയാണ് വേണ്ടത്. അങ്ങനെ വോട്ടെടുപ്പ് നടത്തി ആരാണ് ഇതിൽ അവിശ്വാസ പ്രമേയം വിജയിക്കുമോ അവിശ്വാസ പ്രമേയം പരാജയപ്പെടുമോ എന്നതിലേക്കാണ് പോവുക. അപ്പോൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ അവിശ്വാസ പ്രമേയത്തിലെ പഞ്ചായത്ത് മെമ്പർമാർ ആർക്കാണ് വോട്ട് ചെയ്യുന്നത് എന്നതുവരെയെല്ലാം നമുക്ക് പിന്നീട് അറിയാൻ കഴിയുന്ന സാഹചര്യം ഇതിനകത്ത് ഉണ്ട് എന്നുള്ളതാണ്. കാരണം ഇത് വോട്ടെടുപ്പ് പിന്നീട് നമ്മുടെ സ്വാധീനവും രാഷ്ട്രീയ സംഘടനകൾക്കും എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ അത് അവിടെ അതിന്റെ പുറകിൽ ഒപ്പിട്ടുണ്ടാകും. ഓരോരുത്തരുടെ വോട്ട് അസാധുവായോ ആർക്ക് കിട്ടി എന്നതെല്ലാം നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളതാണ് ഈ വോട്ടെടുപ്പിന്റെ ഭാഗമായിട്ട്. അതോടൊപ്പം തന്നെ ഇതിൽ വിട്ടുനിൽക്കുന്ന 7 CPIM അംഗങ്ങളുണ്ട്. ഇതിനകത്ത് CPIM എടുക്കുന്ന പ്രതിപക്ഷം എടുക്കുന്ന നിലപാട് വളരെ പ്രസക്തമാകും. CPIMനെ സംബന്ധിച്ചിടത്തോളം UDF-നകത്തുള്ള ഒരു കക്ഷിയാണ്. UDF-നകത്ത് കക്ഷി എന്ന് പറയുമ്പോൾ ഇപ്പൊ ഔദ്യോഗിക ലീഗ് ആയിട്ടല്ല മുസ്ലിം ലീഗിന്റെ KT അഫ്സൽ അലി ഇവിടെ തുടരുന്നത്. ഔദ്യോഗിക ലീഗല്ല, വിമത പക്ഷമാണ്. ആ വിമത പക്ഷത്തെ ഒരുപക്ഷെ CPIM പിന്തുണച്ചേക്കാം, ഒരുപക്ഷെ CPIM വോട്ടെടുപ്പിൽ നിന്നും മാറിയേക്കാം. സാഹചര്യങ്ങളെല്ലാം നോക്കി അതിനനുസൃതമായ നിലപാടെടുക്കുകയാണ് CPIM ചെയ്യുക എന്നുള്ളതാണ് CPIM നേതാക്കൾ നമ്മളോട് പ്രതികരിച്ചിട്ടുള്ളത്. ഈ വിഷയത്തിൽ വിവാദ വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കാൻ സ്വാഭാവികമായിട്ടും ലീഗും കോൺഗ്രസ് നേതാക്കന്മാർക്ക് പരിമിതിയുണ്ട്. പക്ഷേ അഫ്സൽ അലി നമ്മളോട് പ്രതികരിച്ചത് എനിക്ക് ഭൂരിപക്ഷം തികയ്ക്കാൻ കഴിയും, വ്യാഴാഴ്ച എനിക്ക് വിജയിക്കാൻ കഴിയും എന്നുള്ളത് തന്നെയാണ്. തീർച്ചയായും വ്യാഴാഴ്ച ആലിപ്പറമ്പ് പഞ്ചായത്തിൽ നിന്ന് പുറത്തുവരുന്ന വാർത്ത വലിയ ശ്രദ്ധിക്കുന്ന വാർത്തയാണ്. സംസ്ഥാന തലത്തിൽ തന്നെ ഒരു വലിയ ചർച്ചയും ശേഷമല്ല അവിശ്വാസ പ്രമേയം വിജയിച്ചാലും പരാജയപ്പെട്ടാലും ആലിപ്പറമ്പ് പഞ്ചായത്തെ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് കുറവുണ്ടാവില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് ഓഫീസ് മുന്നിൽ നിന്നും CCN ന്യൂസിന് വേണ്ടി ക്യാമറ പേഴ്സൺ നൗഷാദ് ആലിപ്പറമ്പിനോടൊപ്പം ശംസുദ്ദീൻ ആലിപ്പറമ്പ്.